ഹായ് ആൻഡ് വെൽക്കം ടു എ ന്യൂ വീഡിയോ. ഇന്ന് പെട്ടെന്നൊരു അപ്ഡേറ്റ് തരാൻ വേണ്ടി വന്നതാണ്. ഇന്ന് എനിക്ക് ഗൂഗിളിൽ നിന്നൊരു ഇമെയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഒരു ആൻഡ്രോയിഡ് റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സർവേ കംപ്ലീറ്റ് ചെയ്താൽ $10 ഗിഫ്റ്റ് കാർഡ് കിട്ടുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ മെയിൽ ഞാൻ കാണിച്ചു തരാം, എന്നിട്ട് ബാക്കി പറയാം. അപ്പോൾ ഇതാണ് ആ ഇമെയിൽ. ഹെൽപ്പ് ഷേപ്പ് ദ ഫ്യൂച്ചർ ഓഫ് ആൻഡ്രോയിഡ് റിസർച്ച്. ഇതാണ് ആ മെയിൽ ID. നോ റിപ്ലൈ ആൻഡ്രോയിഡ് റിസർച്ച് @google.com. google.com എന്ന് ലാസ്റ്റ് ഉള്ളത് കൊണ്ട് ഇത് ഫേക്ക് അല്ല എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ താഴത്തുള്ള ലിങ്കിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്താൽ സർവേയിലേക്ക് പോകുന്നതാണ്. അതിൽ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്താൽ അതിൽ 15 മിനിറ്റ് എന്നാണ് പറയുന്നത്. 10 മിനിറ്റ് കൊണ്ടൊക്കെ കഴിയും, ഒരുപാടൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ സർവേ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇനീഷ്യലി കുറച്ച് സ്ക്രീനർ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ ചോദിക്കുക നിങ്ങളുടെ ഫോൺ ഏതാണ്, ഫോൺ മോഡൽ ഏതാണ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും ഓൾമോസ്റ്റ് എല്ലാവരും ക്വാളിഫൈ ആവും. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ചില റാൻഡം ഫ്രേസസും കാര്യങ്ങളൊക്കെ ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കും. അപ്പോൾ നിങ്ങൾ ഓപ്ഷൻസ് സെലക്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് സെലക്ട് ചെയ്യുക. അതിൽ ചിലപ്പോൾ ഡു നോട്ട് സെലക്ട് ദിസ് ഓപ്ഷൻ എന്ന് വരെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് പോയി സെലക്ട് ചെയ്യരുത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ക്വസ്റ്റ്യൻ എനിക്ക് വന്നത് സെലക്ട് ദിസ് ഓപ്ഷൻ ഇഫ് യു ആർ കെയർഫുള്ളി റീഡിങ് ദിസ് സർവേ എന്ന് പറഞ്ഞിട്ട് വന്നിരുന്നു. അതായത് നമ്മൾ കറക്റ്റ് വായിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു. ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഡു നോട്ട് സെലക്ട് ദിസ് എന്നുള്ളതുണ്ടാവും, ഒരു പ്രത്യേക ഓപ്ഷൻ സെലക്ട് ചെയ്യണം എന്നുള്ളതുണ്ടാവും. അങ്ങനെ പല രീതിയിലും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം അവർ പേ ചെയ്യുന്നതാണല്ലോ, അപ്പോൾ അവർക്ക് ജെന്യൂൻ ആയിട്ടുള്ള റിപ്ലൈ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് റാൻഡായിട്ട് ഓരോരുത്തർക്കും ഓരോ സ്ഥലത്തായിരിക്കും വരിക. അതുകൊണ്ടാണ് ഞാൻ കാണിച്ചു തരാത്തത് സ്ക്രീനിൽ. ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് നിങ്ങൾക്ക് ഫിനിഷിൻ്റെ ഒരു ഇത് കാണിക്കും. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് സമയത്തിനുള്ളിൽ മെയിലിൽ ഗിഫ്റ്റ് കാർഡ് വരുന്നതാണ് പറയുന്നത്. അത് വന്നിട്ട് ബാക്കി നമുക്ക് എങ്ങനെ റിഡീം ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് നോക്കാം.